ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബായ് ഗതാഗതം കൂടുതൽ എളുപ്പമാക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു പാലം കൂടി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഗതാഗതത്തിനായി തുറന്നു. ഇൻഫിനിറ്റി പാലത്തിൽ നിന്നും അൽമിന സ്ട്രീറ്റ് വഴി ഷെയ്ഖ് റാഷിദ് റോഡിലേക്കും ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പുതിയ പാലം വഴിയൊരുക്കുമെന്ന് RTA അറിയിച്ചു. 1210 മീറ്റർ ദൈർഘ്യമുള്ള ഈ പാലത്തിൽ 3 വരികളായാണ് റോഡുകൾ ഒരുക്കിയിരിക്കുന്നത്. മണിക്കൂറിൽ 4800 വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ശേഷി പുതിയ പാലത്തിനുണ്ട്. ഷെയ്ഖ് റാഷിദ് റോഡിൽ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റുമായി ചേർന്നുള്ള കവലയിൽ നിന്നും അൽമിന സ്ട്രീറ്റിലെ ഫാൽക്കൺ ഇന്റർസെക്ഷൻ വരെ 4.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള അൽ ഷിന്തഗ കോറിഡോർ ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടിന്റെ 4ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 3.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള 5 പാലങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടുന്നതാണ് വികസന പദ്ധതിയുടെ 4ാം ഘട്ടം. 4ാം ഘട്ടം പൂർത്തിയാകുന്നതോടെ എല്ലാ പാതകളിലുമായി മണിക്കൂറിൽ 19,400 വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ ഇവയ്ക്ക് സാധിക്കുമെന്ന് RTA വ്യക്തമാക്കി. ഇവ കൂടാതെ ജുമൈറ സ്ട്രീറ്റ്, അൽമിന സ്ട്രീറ്റ്, ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് സ്ട്രീറ്റ് എന്നിവിടങ്ങളിലെ ഉപരിതല കവലകളിലെ മെച്ചപ്പെടുത്തലുകൾ, ഷെയ്ഖ് റാഷിദ് റോഡിലും അൽമിന സ്ട്രീറ്റിലും 2 കാൽനട പാലങ്ങളുടെ നിർമ്മാണം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് അൽ ഷിന്തഗ കോറിഡോർ മെച്ചപ്പെടുത്തൽ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് RTAയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മത്താർ അൽ തായർ പറഞ്ഞു. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. സൗദി അറേബ്യയിൽ വെള്ളിയാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. അതിനാൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിലും താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയും നീന്തൽ ഒഴിവാക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. മക്ക മേഖലയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഇവിടങ്ങളിൽ പെട്ടെന്ന് വെള്ളപ്പൊക്കമുണ്ടായേക്കാം. അസീർ, ജസാൻ, അൽബഹ മേഖലകളിലും സമാനമായ അവസ്ഥ ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. കൂടാതെ നെജ്റാൻ മേഖലയിൽ മിതമായ മഴ പെയ്യുമെന്നും മദീനയിൽ നേരിയ മഴ ഉണ്ടാകുമെന്നും ഡയറക്ടറേറ്റ് അറിയിച്ചു. ഏറ്റവും പുതിയ കാലാവസ്ഥാ വിവരങ്ങൾ ഔദ്യോഗിക ചാനലുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അറിയാൻ സിവിൽ ഡിഫൻസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഒമാനിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ തൊഴിൽ മന്ത്രാലയം പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. മാർച്ച് 29 ശനിയാഴ്ച മുതൽ അവധി ആരംഭിക്കും. പെരുന്നാൾ മാർച്ച് 30 ഞായറാഴ്ച ആയാൽ ഏപ്രിൽ 1 ചൊവ്വാഴ്ച വരെയായിരിക്കും പൊതു അവധി. പെരുന്നാൾ മാർച്ച് 31 തിങ്കളാഴ്ചയായാൽ ഏപ്രിൽ 3 വ്യാഴം വരെ അവധിയായിരിക്കും. വാരാന്ത്യം ഉൾപ്പെടെ തുടർച്ചയായ ഒഴിവ് ലഭിക്കും. ഒമാനിൽ ഇന്നു മുതൽ അടുത്ത ദിവസങ്ങളിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടി ഉയരും. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വിവിധ പ്രദേശങ്ങളിലെ താപനിലയിൽ കുറവ് വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുസന്തം ഗവർണറേറ്റിന്റെ തീരപ്രദേശങ്ങളിലും ഒമാൻ കടലിന്റെ ചില ഭാഗങ്ങളിലും ഉയർന്ന കടൽ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും തിരമാലകൾ 3 മീറ്റർ വരെ ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും കുറവ് താപനില സൈക്കിലാണ് രേഖപ്പെടുത്തിയത്. 10 ഡിഗ്രി സെൽഷ്യസ്. ഉയർന്ന താപനില സുവൈക്കിലായിരുന്നു 37.7 ഡിഗ്രി സെൽഷ്യസ്. ചെറിയ പെരുന്നാളിന് മുമ്പായി ജീവനക്കാർക്ക് വേതനം വേഗത്തിൽ നൽകാൻ ഒമാനിലെ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകി. റോയൽ ഡിക്രി നമ്പർ 53/2023 പുറപ്പെടുവിച്ച തൊഴിൽ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി മാർച്ച് മാസത്തെ വേതനം 27-ന് മുമ്പ് തൊഴിലാളികൾക്ക് നൽകണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇതിനോടകം മാർച്ച് മാസത്തെ ശമ്പളം നൽകി തുടങ്ങിയ കമ്പനികളുമുണ്ട്. നേരത്തെ വേതനം ലഭിച്ചു തുടങ്ങിയതോടെ വിപണിയിലും ഉണർവുണ്ടായിട്ടുണ്ട്.
കഴിഞ്ഞ വാരാന്ത്യ അവധിക്ക് മുമ്പായി പല കമ്പനികളും ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്തു. മറ്റ് കമ്പനികൾ അടുത്ത ദിവസങ്ങളിൽ ശമ്പളം വിതരണം ചെയ്യുന്നത് പെരുന്നാൾ ഒരുക്കങ്ങൾക്ക് ഗുണകരമാകും. വാണിജ്യരംഗത്തും ഇതിന്റെ ഉണർവ് പ്രകടമാകും. കഴിഞ്ഞ വാരാന്ത്യ ദിവസങ്ങളിൽ വാണിജ്യ കേന്ദ്രങ്ങളിൽ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. കഴിഞ്ഞ വെള്ളി, ശനി ദിവസങ്ങളിൽ മാളുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിലും കൂടുതൽ ഉപഭോക്താക്കളെത്തി. ഇഫ്താറിന് ശേഷമാണ് വിപണി കൂടുതൽ സജീവമാകുന്നത്. അർദ്ധരാത്രി വരെ മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും അടക്കമുള്ള വാണിജ്യ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് കൂടുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം പ്രവാസികളടക്കമുള്ള തൊഴിലാളികൾക്കും നേരത്തെ ശമ്പളം ലഭിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. നാട്ടിലേക്ക് പെരുന്നാളിന് മുന്നേ പണം അയക്കാൻ സാധിക്കും. പെരുന്നാൾ ഷോപ്പിംഗും അവസാന ദിവസങ്ങളിലേക്ക് കാത്തുനിൽക്കാതെ പൂർത്തിയാക്കാം. എന്നാൽ വിനിമയ നിരക്ക് കൂടിയത് പ്രവാസികൾക്ക് ഗുണകരമാണ്. നാട്ടിലേക്ക് പണം അയക്കുന്നവർ കൂടും. അടുത്ത ദിവസങ്ങളിൽ വിനിമയ നിരക്ക് വീണ്ടും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. അതുപോലെ തന്നെ പെരുന്നാൾ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്കും നേരത്തെ ശമ്പളം ലഭിക്കുന്നത് ഗുണകരമാണ്. നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് നടത്തുകയും അവധിക്കാല ചെലവിലേക്കുള്ള തുക കൈവശം കരുതുകയും ചെയ്യാം. എന്നാൽ കുടുംബങ്ങളായി താമസിക്കുന്നവർ ഇത്തവണയും പെരുന്നാളിന് നാട്ടിലേക്ക് പോകുന്നത് വളരെ കുറവാണ്. സ്കൂളുകളിൽ വാർഷിക അവധിക്കാലം ആകാത്തതിനാലാണിത്. ജൂണിൽ സ്കൂൾ അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകാൻ ഭൂരിഭാഗം പേരും കാത്തിരിക്കുകയാണ്. ഇതിനാൽ തന്നെ കേരള സെക്ടറുകളിൽ പെരുന്നാൾ സമയത്ത് ടിക്കറ്റ് ബുക്കിംഗ് കുറയുകയും ഇതുമൂലം വിമാന ടിക്കറ്റ് നിരക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട്. നാട്ടിലേക്ക് പോകുന്നവർക്ക് കുറഞ്ഞ ചെലവിൽ ഇത്തവണ പെരുന്നാളിന് യാത്ര ചെയ്യാം. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചുവന്ന ഭക്ഷ്യോൽപ്പന്ന വിൽപ്പനശാലകൾ അടച്ചുപൂട്ടി. നഗരസഭാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പരിശോധനാ സമയത്ത് ചെറുതും വലുതുമായ നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി. ചില കേസുകളിൽ പിഴ ചുമത്തിയിട്ടുണ്ട്. എന്നാൽ കനത്ത കുറ്റം കണ്ടെത്തിയ ഷോപ്പുകളാണ് അടച്ചുപൂട്ടിയത്. ചെറിയ പെരുന്നാൾ അവധി ദിവസങ്ങളിൽ വരുന്നതിനാൽ ബോഷർ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ മുൻകൂട്ടി പ്ലേറ്റ്ലെറ്റും രക്തവും ദാനം ചെയ്യാൻ ആവശ്യപ്പെട്ട് അധികൃതർ ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും എല്ലാ ദിവസവും രാത്രി 7:30 മുതൽ രാത്രി 11:30 വരെയും രക്തദാനം നടത്താവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. പ്ലേറ്റ്ലെറ്റ് ദാനം ചെയ്യാനുള്ള സമയപരിധി രാത്രി 10:30 അതേസമയം രാജ്യത്തെ ബ്ലഡ് ബാങ്കുകളിൽ രക്തശേഖരം കുറഞ്ഞതായും പൊതുജനങ്ങൾ കൂടുതൽ രക്തദാനം നടത്തണമെന്നും അധികൃതർ റമദാന് മുമ്പും ഓർമ്മിപ്പിച്ചിരുന്നു. രക്തദാനം ചെയ്യാൻ രാജ്യത്തെ സ്വദേശികളും വിദേശികളുമടക്കമുള്ളവർ മുന്നോട്ട് വരണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ മാസങ്ങളിൽ രക്തത്തിന്റെ ആവശ്യകത വർദ്ധിക്കാനിടയാക്കിയതായും ബ്ലഡ് ബാങ്ക് അധികൃതർ അറിയിച്ചു. നിരവധി രോഗികൾ രക്തത്തിനായി കാത്തുനിൽക്കുകയാണെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി. രക്തദാന ക്യാമ്പുകൾക്കും ബ്ലഡ് ബാങ്ക് സർവീസസ് വിഭാഗം അധികൃതർ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൽ കാരവനുകൾക്ക് തീപിടിച്ചു. ഇബ്ര വിലായത്തിലായിരുന്നു സംഭവം. അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ല. ഷെർക്കിയ ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗത്തിലെ അഗ്നിശമന സേന അംഗങ്ങൾ എത്തിയാണ് തീയണച്ചത്. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് അതോറിറ്റി സ്ഥാപനങ്ങളോടും കമ്പനികളോടും ആവശ്യപ്പെട്ടു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.